വിവാഹ സമയത്ത് സ്വർണം ഭർതൃ വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് ഭാര്യ തെളിവ് നൽകണമെന്ന് കേരള ഹൈക്കോടതി. മൂവാറ്റുപുഴയിലെ ഒരു ഫാമിലി കോടതി കേസിനകത്ത് 80 പവനും കൊടുത്ത പണവും തിരികെ നൽകണമെന്ന് കോടതി വഴി ഫാമിലി കോടതി വിധിയുണ്ടായി. ഇതിനെതിരായിട്ട് ഭർത്താവ് അപ്പീൽ കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പീലാണ് ഹൈക്കോടതി പറഞ്ഞത് 80 പവനും പണവും കൊടുത്തെന്നുള്ള തെളിവ് ഭാര്യ ഹാജരാക്കിയാൽ മാത്രമേ അത് ഈടാക്കാൻ അല്ലെങ്കിൽ അത് കൊടുക്കാൻ വിധിയുണ്ടാകുകയുള്ളൂ എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിൻ്റെ കാരണം മൂവാറ്റുപുഴ ഒരു ഫാമിലി കോടതി കേസിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കേസിനകത്ത് വിവാഹത്തിന് ശേഷം ഈ സ്വർണം ഭർത്തൃ വീട്ടുകാരുടെ കൈവശമാണ്. 80 പവനും അന്ന് കൊടുത്ത പണവും തിരികെ നൽകണമെന്ന് ഫാമിലി കോടതി മൂവാറ്റുപുഴ വിധിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പം കോടതിയുടെ നിർദ്ദേശം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിവ് ഭാര്യ ഹാജരാക്കണം. അത് ഹാജരാക്കേണ്ടത് അത് സാഹചര്യ തെളിവാകാം, അല്ലെങ്കിൽ സാക്ഷിമൊഴിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രേഖ. സാധാരണ ഗതിയിൽ വിവാഹം കഴിച്ച് ചെല്ലുന്ന പെൺകുട്ടികൾക്ക് 10, 80, 100 പവനൊക്കെ കൊടുത്തയക്കും. അതൊക്കെ ആഭരണങ്ങൾ ഇട്ടാണ് ഭാര്യ ഭർത്തൃ വീട്ടിൽ ചെല്ലുന്നത്. അന്നത്തെ ദിവസം ആവശ്യത്തിനുള്ളത് മാത്രം ദേഹത്ത് ധരിച്ച് ബാക്കി ഊരി ഭർത്താവിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മായിയമ്മയെ ഏൽപ്പിക്കുകയാണ് പതിവ്. ഇതാണ് സാധാരണ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ വിവാഹ സമയത്ത് 100, 200, 300 പവനൊക്കെ കൊടുക്കുമ്പം അത് ഭർതൃ വീട്ടുകാർ അത് സുരക്ഷിതമായി അവർ വാങ്ങി വെക്കും. അത് അവരെ കൈവശമാണ്. ഇതാണ് സാധാരണഗതിയിലെ എല്ലാവരുടെയും പ്രിസംഷൻ. എല്ലാവരും അങ്ങനെയാണ് ധരിക്കുന്നത്. അതാണ് നാട്ടു നടപ്പും അങ്ങനെ തന്നെ. സ്വർണവും പണവും എല്ലാം ആ കുട്ടി വീട്ടിലുള്ളവരെ അമ്മായിമ്മയോ ഭർത്താവിനെയോ ഏൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അത്യാവശ്യം കഴുത്തിലിടാനോ മാലയോ അല്ലെങ്കിൽ വളകളോ 2, 5, 6 വളകളോ 2 കയ്യിൽ 2 വളകളോ ഒക്കെ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഏൽപ്പിക്കുകയാണ് പതിവ്. അതൊരു പ്രിസംഷനാണ്, അതൊരു ഊഹമാണ്. ഇനി അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സാക്ഷി, വേറെ ആരുടെയെങ്കിലും സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ അല്ലാതെ ഒരു സാക്ഷിയുടെ സാന്നിധ്യത്തിൽ ഇത്രയും സ്വർണം ഏൽപ്പിക്കാം. അല്ല, അതിനൊരു രേഖ അവരെ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങോട്ട് കൊടുക്കണം. അതുമല്ലെങ്കിൽ ആ സാഹചര്യ തെളിവുകൾ, കാരണം ആ ചടങ്ങ് ചിലപ്പോൾ ഒരു ചടങ്ങുണ്ടായിരിക്കാം. അന്നേരം അത് ആ ചടങ്ങിൽ വെച്ച് അമ്മായിമ്മയോ ഭർത്താവിനെ ഈ സ്വർണ്ണങ്ങളെല്ലാം ഏൽപ്പിക്കുക. ചിലപ്പം ധരിച്ചു വരുന്ന പെൺകുട്ടി അതുകൂടാതെ ബാക്കിയുള്ള സ്വർണം ഒരു പെട്ടിയിലാക്കി, ചെറിയ പെട്ടിയിൽ ആക്കി അവരെ ഏൽപ്പിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ പല കേസുകളിനകത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. സ്വർണം ആദ്യത്തെ ദിവസം തന്നെ സ്വർണം കൊണ്ടുവന്ന് അത് നല്ല സ്വർണ്ണമാണോ അതോ പറ്റിപ്പ് സ്വർണ്ണമാണോ എന്ന് അമ്മായിമ്മ നമ്മുടെ വീടുകളിലൊക്കെ നോക്കും. ആ സ്വർണം പരിശോധിക്കും. അവർക്ക് സ്വർണം കണ്ടാൽ അറിയാം. അത് തൂക്കി നോക്കും. എനിക്കറിയാൻ തിരുവനന്തപുരത്തെ ഒരു കേസിനകത്ത് അവർ ഏകദേശം 100, 150 പവൻ കൊണ്ടുവന്നു. അത് മീൻ തൂക്കുന്ന വീട്ടിലെ ത്ലാശിലെ അമ്മായിമ്മ അത് തൂക്കി നോക്കി കൃത്യമായി ആ തൂക്കമുണ്ടോ ഇല്ലയോ എന്ന്. അതൊരു കേസിനകത്ത്, റിപ്പോർട്ടർ കേസിനകത്തുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ജാതി മത ഭേദമന്യേ എല്ലായിടത്തും ഉള്ളത് എന്താണ്, ആ സ്വർണ്ണങ്ങൾ അമ്മായിമ്മയോ ഭർത്താവിനെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് ആദ്യത്തെ രാത്രി തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ആ പഴയകാല ചിന്തഗതികളൊന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ട്. പെൺകുട്ടികൾക്ക് അവർ കൊടുക്കുന്ന സാധനത്തെപ്പറ്റി അവർക്ക് അവകാശമുണ്ട്. അവരത് കൃത്യമായിട്ട് അവരെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും സാന്നിധ്യത്തിലാണ് അത് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ അവർ അതൊന്നും ഏൽപ്പിക്കാറില്ല. അത് അവർ അന്നേ ദിവസമോ പിറ്റേ ദിവസമോ അത് ലോക്കറിൽ അവരെ തന്നെ കൊണ്ട് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ചാലും ശരി, അതിനെപ്പറ്റി മൂന്നാമതൊരാൾ അറിയണം. കാരണം മറ്റൊരു ഡിസ്പ്യൂട്ടോ
ഒരു ഉടക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഇതേപ്പറ്റി ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ലഭിച്ച സ്വർണം സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടിടത്തുണ്ട് എന്ന് പറയാൻ ആൾ വേണം, അല്ല അതിന് റെക്കോർഡ് വേണം, രേഖ വേണം, അല്ല അതിനുള്ള സാഹചര്യ തെളിവുകൾ. പല വിവാഹമോചന കേസിനകത്തൊക്കെ സ്വർണത്തിനെ പറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പം ആ സ്വർണം അവിടെ അന്ന് വിവാഹ സമയത്ത് എടുത്ത ഫോട്ടോകൾ അതിനകത്ത് മൊത്തമായി അവർ ധരിച്ചിരിക്കുന്ന കയ്യിലും കാലിലും ഒക്കെ ധരിച്ചിരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് വ്യക്തമായി കാണിക്കും. പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇനി അത് തെളിവായിട്ട് സ്വീകരിക്കില്ല. കാരണം അങ്ങനെ ഇട്ട് കൊണ്ടുവന്ന സാധനം ഗോൾഡ് ഓർണമെൻ്റ് അല്ല, ആ വീട്ടുകാരെ ഏൽപ്പിച്ചെന്ന് തെളിവ് വേണം. അത് ഇവർ തന്നെ ഏൽപ്പിക്കാതെ ഇവർ മടക്കി ഇവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയ അങ്ങനെ പല ചരിത്രങ്ങളും ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അത് ചിലർ അന്നത്തെ ദിവസം ഈ കുട്ടി തന്നെ സൂക്ഷിച്ച് മുക്കുവണ്ടമായി സ്വർണ്ണമായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നീട് അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ചരിത്രങ്ങളും ഉണ്ട്. പിന്നെ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അത് പതുക്കെ പതുക്കെ ആ വീട്ടുകാരെ ഏൽപ്പിക്കാതെ അത് ഗോൾഡ് റോള് സാധനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അത് ചെമ്പ് കൊണ്ട് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്വർണ്ണമല്ലാത്ത അതേ പൊലിമ തോന്നുന്ന ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ധാരാളം കേരളത്തിൽ നടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് ഇനി ആ സ്വർണ്ണം ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികൾ ആ ക്യാഷും അതിനുള്ള രേഖ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം, മറ്റൊരാളുടെ സാന്നിധ്യം ഉണ്ടാകണം, തെളിവുണ്ടാകണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് മൂവാറ്റുപുഴയിലെ 80 പവനും അവിടുത്തെ ലോവർ കോടതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഫാമിലി കോടതിയിലെ 80 പവനും പണവും തിരിച്ചു കൊടുക്കാനുള്ള വിധി ഹൈക്കോടതി റദ്ദ് ചെയ്തു. പകരം ആ ഭർത്താവ് ആ കൈവശം സൂക്ഷിച്ചിരുന്ന ആ 30 പവൻ അത് പണയം വെച്ചിട്ടുണ്ടായിരുന്നു 5 ലക്ഷം രൂപയ്ക്ക്, അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ആ 5 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും അതുപോലെ 30 പവനും തിരികെ കൊടുക്കാൻ ഹൈക്കോടതി ആ വിധി തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് വിവാഹം കഴിച്ചയക്കുന്ന കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കളും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെ ഭാര്യ വീട്ടുകാർ വളരെ നിഷ്പക്ഷമായ കൃത്യമായ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി നല്ലത്. സ്വർണവും പണവും കൊടുക്കുന്നതും വാങ്ങുന്നതും അത് രഹസ്യമല്ല. അത് വിവാഹ സമയത്ത് സ്ത്രീധനം ആണ് കൊടുക്കുന്നതെങ്കിൽ അതിപ്പോൾ ഒഫൻസാണ്. അതിന് പകരം ആ കുട്ടിയുടെ ഷെയർ ആണ് ഇപ്പോൾ എല്ലാവരും ആ വിവാഹ സമയത്ത് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ചിലപ്പം ഡോക്യുമെൻ്റ് ആയിട്ട് സ്ഥലങ്ങളോ കെട്ടിടങ്ങളൊക്കെ എഴുതി കൊടുത്തെന്ന് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ അവർ കൈപ്പറ്റി എന്നുള്ള രസീതോ രേഖകളോ സൂക്ഷിക്കുന്നതാണ് ഉചിതം.